ഏയ് ജ്വാലാബായ്, എന്റെ ആദ്യ ഭാര്യ നിനക്ക് ആരതി ഒഴിയാൻ വന്നിരിക്കുന്നു. പുറത്തേക്ക് വാ. ഇനി എന്താ വേണ്ടേ? ഞാൻ എന്റെ കാല് താഴെ വെച്ചാൽ ഈ ചെരുപ്പിൽ മണ്ണാവും. ഏയ് തമ്പുരാനെ, അപ്പൊ ഈ കാലിനോ? കേട്ടില്ലേ? പേര് പറയണമെന്ന് നിനക്കറിയില്ലേ? ഡോ ഭർത്താവേ, ഞാൻ നിനക്ക് ആരാണ്? എന്റെ ധർമ്മപത്നി. കല്യാണത്തിന് മുമ്പ് നീ എന്താ പറഞ്ഞത്? എനിക്ക് നീ ദേവതയാണെന്ന്. അടിമകളൊക്കെ ഇത് കേട്ടല്ലോ. നിങ്ങളുടെ യജമാന്റെ ദേവതയാ ഞാൻ. അപ്പൊ നിങ്ങൾക്കൊക്കെ ഞാൻ ആരാ? ജ്വാലാബായ് ദേശ്മുഖ്. കേട്ടായിരുന്നല്ലോ എന്റെ പേര്. ഏയ് ജ്വാല, വാ. എങ്ങനെയുണ്ട് എന്റെ രാജ്യം? നിന്റെ രാജ്യം ഞാനാണ്. വാ, എടുത്തോടാ. ആരാടാ എന്റെ ഭർത്താവിനെ കൊല്ലാൻ അയച്ചത്? ആരാണ്? മലേഷ്. ആരാടാ നീ? ഇവിടെ എന്തിനാ വന്നത്? നിന്റെ കാലനാടാ. യജമാനെ മുറുക്കാൻ. കഴിവേറി. എന്റെ മുത്തശ്ശനെ വെറുതെ വിടാൻ പറ. എന്റെ മുത്തശ്ശൻ വിഷം കുടിക്കുന്നത് കാണണ്ടേ? ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് അടിക്കടാ. വീരാ വീരാ വീരാ, അധർമ്മത്തെ അഴിക്കുവാൻ
പാടാ പാടാ അടിച്ച് കൊല്ലണം നിന്നെ. നമസ്കാരം യജമാനെ. മല്ലേഷേ, പറയൂ യജമാനെ. നിന്റെ ചെരുപ്പ് ഊരി അവന്റെ കഴുത്തിലണിയേ. ഹേയ്. എടാ, ഇനി നീ ശവത്തിന് തുല്യമാടാ. എടാ ഭീമറാവു ജന്മിച്ചേറ്റെ, നീ നിന്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായതാണെങ്കി, നീ ഒരു രാജരക്തമാണെങ്കി ഇറങ്ങി വന്ന് എന്നെ കൊല്ലട നായേ. കൊല്ലടാ. പക്ഷെ ഒരു കാര്യം ഭുജകറാവു, നീ ചാവുന്നതിന് മുമ്പ് ഒരു കാര്യം കേൾക്കണം. ചത്ത് മുകളിലേക്ക് പോകുമ്പോ ദൈവത്തിന്റെ അടുത്തുനിന്ന് ഒരു വരം വാങ്ങണം. ഇനി വീണ്ടും ഒരു മനുഷ്യനായി പിറവിയെടുക്കരുതെന്ന്. അഥവാ നീ മനുഷ്യ പിറവി എടുത്താൽ അപ്പോ നിന്റെ ജീവനോടെ വിടാം. കെട്ടയച്ച് നോക്കടാ. കൊണ്ടുപോ ആ പന്ന നായിന്റെ പോലെ. എടാ മല്ലേഷേ, സന്തോഷമായടാ. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ സന്തോഷം എന്നും എന്റെ ഒപ്പം ഉണ്ടാവും. നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. എനിക്കൊന്നും വേണ്ട യജമാനെ. ഈ ജനങ്ങൾക്ക് മാത്രം. ജനങ്ങൾക്ക്? ജനങ്ങളെല്ലാവരും കുടിക്കുന്ന വെള്ളത്തിനും കൃഷിക്കുള്ള വെള്ളത്തിനും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ആ, ദേശ്മുഖ് നദിയില് ഒരു ദിവസം 1 മണിക്കൂറത്തേക്കേ വെള്ളം വിടുന്നുള്ളൂ. വെള്ളമില്ലാതെ പയറും തൊണ്ടയിലെ വെള്ളവും വറ്റിപ്പോകുന്നു യജമാനെ. അതുകൊണ്ട് അങ്ങൊന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ മനസ്സ് വെച്ചാ ഞങ്ങളുടെ ഭീംറാവു നദിയിലെ വെള്ളം രുദ്രങ്കിക്ക് തന്ന കൃഷിയും ജനങ്ങളും സന്തോഷത്തോടെ ജീവിക്കും യജമാനെ. ജനങ്ങൾ നന്നായിരുന്ന യജമാനും നന്നായിരിക്കും. എടോ കണക്കപ്പിള്ളേ, ഇപ്പൊ തൊട്ട് ഭീംറാവ് ദേശ്മുഖിന്റെ നദി രുദ്രങ്കിയിലെ ജനങ്ങൾക്ക് സ്വന്തമാണ്. യജമാനെ, മറ്റൊരു കാര്യം, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം വരാൻ പോകുന്നു. അത് ആഘോഷിച്ച് ഒരുപാട് വർഷങ്ങളായിത്രേ. സ്വാതന്ത്ര്യ ദിനമോ? അതെന്തുവാടാ? ആ അടിമകളൊക്കെ വിടിവിച്ചല്ലേ, ആ സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ചാ പറയുന്നത്. യു മീൻ ഇൻഡിപെൻഡൻസ്? അതെ. You bloody slaves! You want independence? Independence is not meant for slaves. It's for us to rule you. യജമാനെ, നിങ്ങൾ സംസാരിക്കുന്ന ഈ ഭാഷ എല്ലാവരും പഠിച്ചാൽ വളരെ നന്നായിരിക്കും. നമ്മുടെ ഗ്രാമത്തിൽ പള്ളിക്കൂടം വന്ന എല്ലാവർക്കും പഠിപ്പറിവുണ്ടാവും. സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് എല്ലാവരും പഠിക്കാൻ ആരംഭിച്ചാൽ വലിയ ആൾക്കാരാവാൻ പറ്റും. നിങ്ങൾ മനസ്സ് വയ്ക്കുകയാണെങ്കിൽ ഈ ഗ്രാമത്തിൽ പള്ളിക്കൂടം ഉണ്ടാവും. എല്ലാവർക്കും പഠിപ്പറിവ് കിട്ടുമല്ലോ. നമ്മുടെ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് നല്ലതല്ലേ? ഗ്രാമത്തിന് നല്ലതാണെങ്കിൽ അത് നിങ്ങൾക്കും നല്ലതല്ലേ യജമാനെ? ഇവന്മാരൊക്കെ പഠിച്ചാലേ കുടില് കോട്ടയാകും, കോട്ട കുടിലാകും. പിന്നെ പഠിച്ച് ബിരുദം നേടി അങ്ങയോടെ നിയമം സംസാരിക്കും. അങ്ങേക്ക് അത് ശരിയാവോ? ഉണ്ടാതിരിക്കടാ, അതെനിക്ക് അറിയാവുന്ന കാര്യമാ. മല്ലേഷേ, ഈ പള്ളിക്കൂടത്തിന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. യജമാനെ, എന്താടാ, നിനക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്താണേലും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു സമ്മാനം തരാൻ പോവുക. പെണ്ണുങ്ങൾക്കൊക്കെ പാവാടയും ആണുങ്ങൾക്ക് കോണകവും. കുറച്ച് ഉപ്പ് തരാം, കുറച്ച് പരിപ്പ് തരാം, കുറച്ച് അരിയും തരാം. പോയി സന്തോഷിക്കേ. ഈ ഭീംറാവിന്റെ സന്തോഷത്തിൽ നിങ്ങൾക്കും പങ്കുചേരാം. പോയി നന്നായിട്ട് കള്ളും ചാരായം ഒക്കെ മോന്ത് പോയി നന്നായിട്ട് ആഘോഷിക്കുക അടിമകളെ. യജമാനനെ, ചന്തയില് പോയി പുടവ വാങ്ങിച്ചിട്ട് വന്നു. അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ജാക്കറ്റും. എന്നെ കല്യാണം കഴിക്കേ. വലിയ യജമാനത്തിയുണ്ട്, ചെറിയ യജമാനത്തിയുണ്ട്. എന്നെ അങ്ങ് കല്യാണം കഴിച്ചാല് ഞാനും 3ാമത്തെ യജമാനത്തിയാകും. ബുദ്ധിയില്ലാത്തവളെ, വീട്ടിലേക്ക് പോ. അതിന് ഞാൻ ഭ്രാന്തിയാണോ?
എനിക്ക് യജമാനന്റെ മേലെയാണ് ഭ്രാന്ത്, അല്ലാതെ ഞാൻ ഭ്രാന്തിയല്ല. തടിച്ച് തിന്നിപ്പോ. വീട്ടിൽ പോകാനെ പറഞ്ഞേ. ഓ യജമാനനെ എന്നൊന്ന് നോക്ക് യജമാനനെ. ഓ ഇവിടുന്ന്. യജമാനോ? വാ യജമാനെ, നിങ്ങൾ ആഗ്രഹിച്ച രാജ്യം, ഈ മനോഹര രാജ്യം നിങ്ങൾക്കുള്ളതാ. എന്തു പറ്റി? എന്റെ സൗന്ദര്യത്തിൽ എന്താ ഒരു കുറവ്? നിന്റെ സൗന്ദര്യത്തിൽ സ്ത്രീത്വം വിളയുന്നില്ലടി. മനസ്സിലായില്ല, എന്താ ഉദ്ദേശിച്ച? സിംഹം ഉറങ്ങിക്കിടക്കുമ്പോ മാൻ വന്ന് സിംഹത്തിന്റെ വയൽ തലവെച്ചാൽ സിംഹം അതിനെ ഒന്നും ചെയ്യില്ല. മാൻ പേടിച്ചോടണം, സിംഹം അതിനെ വേട്ടയാടണം. മാന്റെ രക്തം തിളച്ച് ചൂടാവണം. ആ ചൂടുള്ള ചോര കുടിച്ചാൽ അപ്പോ കിട്ടുന്ന ആ സന്തോഷമുണ്ടല്ലോ, ഞാൻ ആ സിംഹത്തെ പോലെയാ. അങ്ങനെയുള്ള എന്നെ കണ്ടാ നീ പേടിച്ച് വിറച്ച് നല്ല ബഹുമാനത്തോടെ നിൽക്കണം. ആ ഭയത്തിൽ നിന്റെ നളിനമാർന്ന ഭംഗിയും പിന്നെ തേജസ്സും ഓജസ്സും എല്ലാം കണ്ട് രസിച്ച് നിന്റെ അരികിലേക്ക് വന്നാൽ അപ്പ ഉണ്ടാകും സന്തോഷം. നിന്നെ ഈ രൂപഭാവത്തിൽ എന്ന് ഞാൻ കാണുന്നുവോ അന്ന് ഞാൻ നിന്നെ സ്പർശിക്കും. അതിനർത്ഥം ഞാനൊരു പെണ്ണല്ലെന്നാണോ? ഈ നിമിഷം വരെ അല്ല. പെണ്ണിനൊരു അടക്കവും ഒതുക്കവും വേണം. നിന്നെ പോലെ വാൾപ്പയറ്റ് ചെയ്യുന്നവൾ ഒരു പെണ്ണാണോ? ആദ്യം നീ ഒരു പെണ്ണാവ്, ബാക്കി പിന്നീടാവാം. നീ ഒരു ആണാണെന്ന് വിശ്വസിച്ചാ ഞാൻ ഇങ്ങോട്ട് വന്ന, പക്ഷെ നീ എന്നെ അവമാനിക്കാണ്. നീ ഒരു യജമാനാണെങ്കിൽ ഞാനൊരു യജമാനിയാണ്. ജ്വാലാബായ്, എരിച്ചു ചാമ്പലാ. എന്നെ കൊണ്ടാവുന്നത് നീ ചെയ്യ്.